ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ തഞ്ചാവൂർ യാത്രയാണ്. നമ്മുടെ തഞ്ചാവൂർ യാത്രയുടെ വീഡിയോ ആണ്. എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണും. ഒരു യാത്ര പോവാണ് കേട്ടോ. ഇപ്പൊ ക്ഷീണമായിട്ട് ഒരാൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ. പലപ്പോഴും ഞങ്ങളുടെ യാത്രകളൊക്കെ എങ്ങനെയൊക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ എസ്പെഷ്യലി തമിഴ്നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ബസ് സ്റ്റോപ്പുകൾ കാണും. അപ്പോൾ രാത്രി റൂമൊന്നും എടുക്കാറില്ല. കുറച്ച് ലോങ്ങൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ തമിഴ്നാടിൻ്റെ ഇന്നർ റീജൻസിലേക്ക് കടക്കുക. അതേപോലെ തന്നെ രാവിലെ ഒരു ഇഡ്ഡലി എന്ന് പറയുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ ഇഡ്ഡലി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. നല്ല പോലത്തെ ഇഡ്ഡലി ലോക്കൽ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല പോലത്തെ ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഇഡ്ഡലിയൊക്കെ കഴിച്ച് രാവിലെ തന്നെ നമ്മളിങ്ങനെ കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചു നേരം ഒന്ന് വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് സൈഡിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. കംപ്ലീറ്റ് എന്താ പറയുക, ചിത്രശലഭങ്ങളാണ്. ഒരുപാട് ചിത്രശലഭങ്ങളുണ്ട് കേട്ടോ. നമ്മളെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഒരുപാടധികം ചിത്രശലഭങ്ങളുണ്ട്. നമ്മുടെ യാത്രകളിൽ മനോഹരമാക്കുന്നത് ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എന്ന് പറഞ്ഞാൽ ഈ ഏരിയ കംപ്ലീറ്റ് ചിത്രശലഭങ്ങളാണ്. ഏതാണ്ട് ഒരു 100-150ഓളം ചിത്രശലഭങ്ങൾ, പല വെറൈറ്റിയിലുള്ള ചിത്രശലഭങ്ങളുണ്ട്. എല്ലാം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതങ്ങനെ പാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറി നടക്കുന്ന കാരണം നമുക്ക് എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപാടുണ്ട്, ഒരുപാട്. ഒരു ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു പറമ്പ് പോലത്തെ സ്ഥലം. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ തഞ്ചാവൂർ യാത്രക്കിടയിൽ നേരെ നമ്മൾ പുതുക്കോട്ടയിലുള്ള ആദനക്കോട്ടയിലെത്തി. ആദനക്കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കശുവണ്ടി ഗ്രാമമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തഞ്ചാവൂർ പോകുന്ന വഴിക്ക് ആദനക്കോട്ട എന്ന് പറയുന്ന സ്ഥലം തീർച്ചയായിട്ടും നിങ്ങൾ സെർച്ച് ചെയ്യുക. വളരെ രുചികരമായിട്ടുള്ള കശുവണ്ടി എവിടെ കിട്ടുമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പുതുക്കോട്ടയിലുള്ള ആദനക്കോട്ടയിലാണ്. കാരണം അവിടുത്തെ കശുവണ്ടിയുടെ രുചി, ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഇതുവഴി വന്നിട്ടുണ്ട്. അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന രുചി ഇന്നും നമ്മുടെ വായിലിങ്ങനെ നിൽപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ പ്രോസസ്സിൽ കൂടെയാണ് ഇവർ ഈ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഉൽപ്പാദിപ്പിക്കുന്നതല്ല, പ്രോസസ്സ് ചെയ്യുന്നത് ഉള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് വളരെ വില കുറച്ച് ഇത് കിട്ടും. ഇത് കാണുമ്പം വളരെ ഈസി ആയിട്ട് തോന്നുന്നൊരു പ്രോസസ്സാണെങ്കിലും ഇത് കുറച്ച് റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കാരണം ഇത് ഈ അകത്ത് തീ പിടിക്കുന്ന സമയത്ത് ഈ കശുവണ്ടിയൊക്കെ ചില സമയത്ത് പൊട്ടിത്തെറിക്കാറുണ്ട്. ഞാൻ അടുത്തത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശുവണ്ടിക്ക് നല്ല കറയുള്ള ഇതാണ്. അത് പൊട്ടിത്തെറിച്ച് കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പൊള്ളുന്നൊരു പരിപാടിയാണ് കേട്ടോ. കശുവണ്ടി ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപക്ഷെ അറിയായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പോഴ് എല്ലാ സ്ഥലത്തും ബോർമയാണ്, പക്ഷേ നാച്ചുറലായിട്ട് പഴയ പരമ്പരാഗത രീതിയിൽ ഇവർ ഇപ്പോഴും ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒരു 10-30-40ഓളം കുടിൽ വ്യവസായം പോലെ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് ഇവരിങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവഴി വരികയാണെങ്കിൽ ഇവരുടെ നിന്ന് കുറച്ച് കശുവണ്ടിയൊക്കെ വാങ്ങാൻ ശ്രമിക്കുക. വില നല്ല കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പല പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സുകളിൽ കൂടെ കടന്നു വന്നിട്ടാണ്, അതായത് ആദ്യം ഇത് വറുത്തെടുത്തിട്ട് തല്ലിപ്പൊട്ടിച്ചിട്ട് ഇതേപോലെ കിള്ളിയെടുക്കുക എന്ന് പറഞ്ഞ കംപ്ലീറ്റ് പ്രോസസ്സിൽ കൂടെ കടന്നു വന്നതിന് ശേഷം മാത്രമാണ് ഈ ഒരു കശുവണ്ടി നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കശുവണ്ടിയുടെ സാമ്രാജ്യവും കണ്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇതേപോലെ വളരെ മനോഹരമായിട്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് കശുവണ്ടി നമുക്ക് വാങ്ങാൻ തയ്യാറായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. കാണുമ്പോൾ തന്നെ വാങ്ങാൻ തോന്നുന്നില്ല. അതേപോലെ തന്നെയാണ് അതിൻ്റെ രുചിയും. വളരെ രുചികരമായിട്ടുള്ള ഒരു കശുവണ്ടി നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ റൂമിലെത്തി നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട്
ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളും കേട്ടോ. നമ്മൾ റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്തു. റൂമിലെ ഡീറ്റെയിൽസ് ഒക്കെ നാളെ ഒരു വീഡിയോയിൽ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിനെ കുറിച്ച് കുറേ പറയാനുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ചില കാഴ്ചകളും കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ റൂമിലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് കുളിച്ച് ഫ്രഷായി നേരെ നമ്മുടെ ബൃഹദേശ്വര ക്ഷേത്രം ബിഗ് ടെമ്പിളിലേക്കാണ് നമ്മുടെ യാത്ര. തഞ്ചാവൂർ തച്ചൻ്റെ സകല എന്താ പറയുക കരവിരുതും കാണിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള തമിഴ്നാട്ടിലെ ക്ഷേത്രമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ തന്നെ കുറച്ച് കോട്ടവാതിലുകൾ കടന്നു വേണം നമ്മൾ ഉള്ളിലുള്ള ക്ഷേത്രത്തിലേക്ക് എത്താൻ. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ നിഴൽ തറയിലടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു വിഷ്വലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പലതരം ഇത് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരുപാട് രൂപങ്ങളുണ്ട് കേട്ടോ. അപ്പം അത് വളരെ അടിപൊളിയായിട്ട് ചെയ്തു വച്ചിരിക്കുകയാണ്. ഓരോ ചെയ്തു വച്ചിരിക്കുന്ന ഓരോ കൊത്തുപണിക്കും ഓരോ ശാസ്ത്രങ്ങളും ഓരോ ഇതുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗൈഡഡ് ടൂർ നിങ്ങൾ അവിടെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ. എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെയുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തു വച്ചിരിക്കുന്നത്, എന്തൊക്കെ രൂപങ്ങളാണ് ചെയ്തു വച്ചിരിക്കുന്നത് എന്നതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ അവിടെ ഒരു ഗൈഡഡ് ടൂർ എടുക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിന് തന്നെ ഫ്രണ്ടിൽ തന്നെ അവരുടെ ഗൈഡഡ് ടൂറിൻ്റെ ഒരു കൗണ്ടറുണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങൾ ഗൈഡഡ് ടൂർ എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് പറഞ്ഞു തരും. ചോള രാജാക്കന്മാരുടെ ഒരു മഹാസൃഷ്ടി എന്ന് തന്നെ പറയാം. ഇതാണ് നമ്മുടെ മെയിൻ ഗോപുരം കേട്ടോ. മെയിൻ ഗോപുരത്തിൻ്റെ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെയാണ്. ആ മെയിൻ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു കല്ല് അത് ഒറ്റക്കല്ലാണ് കേട്ടോ. ഏറ്റവും മുകളിലിരിക്കുന്ന ആ ഒരു റൗണ്ട് കല്ല് ഒറ്റക്കല്ലാണ്. ആ ഒരു കല്ല് 10 ആനയുടെ ഭാരമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഇവിടെ ഒരു വലിയൊരു നന്ദികേശനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ഒരു വലിയൊരു നന്ദികേശനെ ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോയും ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റത്തില്ല. പുറത്ത് നിന്നിട്ട് നമ്മുടെ വീഡിയോയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അവർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യാനായതുകൊണ്ട് നമ്മൾ എടുത്തിരുന്നത് ഓരോ 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 രൂപങ്ങളിലും തഞ്ചാവൂർ തച്ചന്മാരുടെ മഹാവിരുത് മഹാകരവിരുത് തന്നെ കാണാൻ സാധിക്കും കേട്ടോ. ഓരോ എന്താ പറയുക, ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ പോലും കാര്യം അത്രയും മനോഹരമായിട്ടാണ് അവർ ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. കാഞ്ചീപുരത്തെ ക്ഷേത്രം കണ്ടിട്ട് ചോള രാജാവ് അതിനേക്കാളും വലിയൊരു ക്ഷേത്രം തനിക്ക് വേണം എന്നുള്ള രീതിക്ക് ഇവിടെ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ അല്ലെങ്കിൽ ബൃഹദേശ്വര എന്നറിയപ്പെടുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്. ആ ഒരു ഗോപുരത്തിന് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ക്ഷേത്രം പണി കഴിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ പണി കഴിപ്പിച്ച ആൾക്കാരെയും താമസിപ്പിക്കാനും ഒക്കെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്തത്. അന്ന് ഒരുപാട് നൃത്തങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ടാണ് ഇവർ ഈ ഒരു ക്ഷേത്രം കംപ്ലീറ്റ് പണി കഴിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ലോകത്തിലെ തന്നെ കണ്ടിരിക്കേണ്ട മനോഹര കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ബിഗ് ടെമ്പിൾ അല്ലെങ്കിൽ ബൃഹദേശ്വര ക്ഷേത്രം. ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ മനോഹര കാഴ്ചകളും കണ്ട് നമ്മൾ വെളിയിലോട്ടിറങ്ങുകയാണ്. ഇനി നമ്മൾ വന്ന കാര്യം പറയാം. നമ്മൾ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം വാങ്ങാനാണ് കേട്ടോ. തഞ്ചാവൂർ ബൊമ്മ.
വളരെ ഫേമസ് ആയിട്ടുള്ള തഞ്ചാവൂർ ബൊമ്മയാണ്. നമ്മൾ അകത്തുള്ള ക്ഷേത്രത്തിനകത്തൊരു കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ഭയങ്കര വില കേട്ടോ. അങ്ങനെ നമ്മൾ നിരാശരായിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രീറ്റിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് അവിടെ കംപ്ലീറ്റ് തഞ്ചാവൂർ ബൊമ്മ. നമ്മളെ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ കുറച്ച് മാറിയിട്ട് ഒരു തഞ്ചാവൂർ ബൊമ്മ കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തഞ്ചാവൂർ ബൊമ്മ വാങ്ങാൻ പറ്റും. 250 രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്, പ്രൈസ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ തഞ്ചാവൂർ ബൊമ്മയുടെ കാഴ്ചകളും തഞ്ചാവൂർ ബൊമ്മയും വാങ്ങി തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് നേരം വൈകി. അപ്പം നാളെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട്